ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണിത്. കറുമുറ നല്ല ടേസ്റ്റോട് കൂടിയും കഴിക്കുന്ന, കുട്ടികളൊക്കെ ചോദിച്ച് കഴിക്കുന്ന ഒരു സംഭവമാണ്. ചുറോസ് ആണ് കേട്ടോ. ചുറോസിൻ്റെ റെസിപ്പിയാണിത്. ചുറോസ് ബോൾസ് ആയിട്ടാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ചുറോസിൻ്റെ ഷേപ്പ് ഇങ്ങനെയല്ല, അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ, എന്താ പറ്റിയെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൂടെ കൊടുത്തിരിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. സ്റ്റൗ കത്തിക്കാൻ പാടില്ല കേട്ടോ. പാത്രത്തിലോട്ട് കുറച്ച് എണ്ണയും പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ സ്റ്റൗ കത്തിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീടുകളിൽ കിട്ടുന്ന വളരെ എന്താ പറയുക, 1-2 ഇൻഗ്രീഡിയൻസ് മതിയാവും ഇതിന് കേട്ടോ. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. ഈ ഒരു മിക്സിങ് സ്റ്റേജിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ബോൾ ഷേപ്പിൽ ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതേപോലെ ഇവിടെ ഞാൻ ബോൾ ഷേപ്പിലെടുക്കാൻ കാര്യം, ഈ ചുറോസ് സാധാരണയായിട്ട് നമ്മൾ ഒരു പൈപ്പിംഗ് ബാഗിലും സ്റ്റാർ നോസിലുമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ അതങ്ങനെ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് നമ്മൾ കൊടുക്കുന്ന പ്രഷറിൽ ഈ പൈപ്പിംഗ് ബാഗ് പൊട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവർക്കും ഇത് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ അടുത്തത് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുക, എന്തായാലും തുടങ്ങിപ്പോയല്ലോ എന്ന് ഉദ്ദേശത്തിൽ ഞാനിത് ഒരു ബോൾ ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതല്ലാതെ തന്നെ ഒരു ഐഡിയയിൽ ഞാൻ ഈ നോസിൽ മാത്രമായിട്ട് എടുത്തിട്ട് ഈ നോസിലിനകത്ത് നമ്മൾ ഈ മാവ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ വിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ നമുക്ക് എന്താ പറയുക, ആ ഒരു ചുറോസിൻ്റെ ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇവിടെ എനിക്കത് മൊത്തവും പൈപ്പിംഗ് ബാഗ് കീറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊടുത്ത പ്രഷറിൽ അത് കീറും കേട്ടോ. അതെന്തായാലും എനിക്ക് 1-2 അറ്റംപ്റ്റിൽ അങ്ങനെ കീറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ പൈപ്പിംഗ് ബാഗിൽ എങ്ങനെയാണ് ഇത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ രണ്ടാമത് പറഞ്ഞ ഐഡിയയിൽ നമുക്ക് ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്തെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ആ നോസിലിൽ കൂടെ ഫിംഗർ പ്രസ് ചെയ്തിട്ട് അത് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതും ഞാൻ ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങനെ ബോൾ ഷേപ്പിലെടുത്തത്. അപ്പോൾ എന്നിരുന്നാൽ കൂടി അടിപൊളി, എന്താ പറയുക, ആ ടേസ്റ്റിനൊന്നും വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ. റെസിപ്പിയൊക്കെ അടിപൊളിയാണ്. എഗ്ലെസ് റെസിപ്പിയാണ്. ഇങ്ങനെ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ നമുക്ക് എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഈ ഒരു സ്റ്റേജ് ഓപ്ഷണലാണ് കേട്ടോ. ഇത് വന്നിട്ട് കുറച്ച് ബ്രൗൺ ഷുഗറും കറുവാപ്പട്ട പൊടിച്ചതും കൂടെ മിക്സ് ചെയ്തിട്ട് ചുറോസിൻ്റെ മെയിൻ ഒരു സംഭവമാണിത്. പക്ഷേ ചില കുട്ടികളൊന്നും കഴിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇവിടെ ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു പ്ലേറ്റിനകത്ത് കുറച്ച് ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്താ പറയുക, സോസും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഏത് സോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ചോക്ലേറ്റ് സോസോ അല്ലെങ്കിൽ ന്യൂട്ടല്ലയോ, എങ്ങനെ ഏത് വേണമെങ്കിലും വെച്ച് കഴിക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കുട്ടികൾ ചോദിച്ച് വാങ്ങി കഴിക്കുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.